ഹായ് ഗേസ്, നമ്മൾ ഫിഷിന് തീറ്റ കൊടുക്കാറ് ഒന്നിടവിട്ടാണ്. ഡെയിലി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫുഡെല്ലാം കൂടെ എടുക്കാതെ വേസ്റ്റ് കൂടുതലായിട്ട് അടിയുകയും ചെയ്യും. അതുപോലെ തന്നെ വെള്ളം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറി കൊടുക്കേണ്ടി വരും. ഇടവിട്ട ദിവസങ്ങളിലൊക്കെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന ഫുഡ് മുതലും വേസ്റ്റ് ആക്കാതെ മീൻ കഴിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ താങ്ങിനെടുത്ത് നമ്മുടെ നിഴൽ കാണുമ്പോഴേ എല്ലാവരും ഒത്തുവരും. ആദ്യ സമയങ്ങളിലൊക്കെ കുരിപ്പുകൾ ഞാൻ കാണാതെ ഒരു ദിവസം 2 തവണയൊക്കെയാണ് കൊടുക്കും. പിന്നെ മീൻ ചത്തുപോന്ന് പറഞ്ഞപ്പോൾ അവർ ഓക്കെ ആയി. എന്തായാലും രാവിലെ സ്റ്റാൻഡിൽ ചെന്നപ്പോഴാണ് നമ്മുടെ ബാല്യകാല സുഹൃത്ത് അനസിനെ സ്റ്റാൻഡിൽ വെച്ച് യാദൃച്ഛികമായി കണ്ടുമുട്ടിയത്. രാവിലെ തന്നെ ഓട്ടം മോശമായതുകൊണ്ട് തന്നെ കുറച്ച് കുശലമൊക്കെ പറഞ്ഞുകൂടെ നിന്നു. ആദ്യത്തെ ഓട്ടം കിട്ടിയപ്പോഴത്തേക്ക് ഏകദേശം 12 മണി എടുത്തു. ഇന്നാണെങ്കിൽ നല്ല വെയിലുണ്ട്. വെയിലത്തെടുത്താണ് വണ്ടിയുടെ കയറ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് ക്യാബിനിൽ കയറി കുറച്ച് നല്ല തണുത്തോ വെള്ളമോ കുടിച്ച് റിലാക്സ് ചെയ്തതിന് ശേഷം നേരെ ഓഫീസിലേക്ക് ബില്ലടിക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മൾ സെനിക്കയുടെ കട ഓപ്പൺ ആയിട്ട് ഏകദേശം 2 ആഴ്ചയോളമായി. എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ ഒക്കെ കയറണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡിലുള്ളവന്മാരുടെ കണ്ണുപെട്ട് ചേർന്നു, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പോക്കറ്റ് കയറും. NH വഴി പോകുന്ന ഓട്ടോ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര മടിയാണ്. ഒച്ചറ വൃശ്ചികോത്സവമൊക്കെ കഴിഞ്ഞ് കച്ചവടക്കാരൊക്കെ തിരികെ മടങ്ങാൻ തുടങ്ങി. ഇപ്പോഴും തീർത്ഥാടകരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓട്ടം പോയിട്ട് വന്നപ്പോഴാണ് സ്റ്റാൻഡ് ഇട്ടപ്പോൾ ചെറിയൊരു ഓയിൽ ലീക്ക് ഉണ്ട്. ഓയിൽ ലീക്ക് മാത്രം നമ്മൾ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടു. സംഭവം ഫ്ലൈവീലിന് അടിയിൽ നിന്നാണ് ഓയിൽ ലീക്ക് ഉണ്ടായത്. ഫ്ലൈവീലിനകത്ത് തന്നെ ഒരു ഓയിൽ സീൽ ഉണ്ടായിരുന്നു, അത് പോയാണ്, അത് മാറിയിട്ടു. വൈകുന്നേരം എന്തായാലും സലീമിനെ കാണാൻ വേണ്ടിയിട്ട് പോയി. അന്നേരം കുറച്ച് നാളായി അവനോട്ട് ഫിഷിങ്ങിനൊക്കെ പോയിട്ട് നല്ല നാടൻ വരാൽ കൊടുക്കാൻ കിടപ്പുണ്ട്. ആവശ്യക്കാരെല്ലാം ഉണ്ടെങ്കിൽ കമന്റ് അറിയിച്ചാൽ മതി, എത്തിച്ചേരുന്നതായിരിക്കും. കുറച്ച് ദിവസങ്ങളായി പഴയ ദുശീലം പിന്നെയും തുടങ്ങി. അതൊന്നുമില്ല, രാത്രി ഒരുപാട് വൈകി കട്ടൻ കുടിക്കുന്ന പരിപാടിയാണ്. അപൂർവമായിട്ടാണ് ഞങ്ങൾ 3 പേര് ഒരുമിച്ച് കൂടാറുള്ളൂ. അതിൽ അവസരം കിട്ടിയപ്പോൾ ഒരു സെൽഫി അങ്ങ് കാച്ചി കൊടുക്കും. അപ്പൊ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.